ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് കർണാടക സ്പെഷ്യൽ വെള്ളരിക്ക തമ്പുളി ഉണ്ടാക്കിയാലോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞ് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് ഞാൻ ഇതേപോലെ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാൻ ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. ഇനി വേണ്ടത് ഒരു പച്ചമുളകാണ്. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇനി വേണ്ടത് കുറച്ച് കുരുമുളക്, നല്ല ജീരകം, ഒരു കഷ്ണം വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തു. ഇനിയിപ്പോൾ വേണ്ടത് നല്ല തൈരാണ്. അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെ ചെയ്തില്ല, നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതേ ഉള്ളൂ. ഇനി വേണ്ടത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളരിക്കയൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. എൻ്റെ ഇതിനകത്ത് ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയിട്ട് നന്നായിട്ട് അരച്ച് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമില്ല. അടുപ്പ് കത്തിക്കണം, എന്നാലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കുവാണ് വേണ്ടത്. അപ്പോൾ താളിച്ച് ചേർക്കാനായിട്ട് ഞാനൊരു ചട്ടി സ്റ്റൗവിൽ വെച്ചു. എണ്ണ ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് കടുകും നല്ല ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മൂത്ത് വന്നപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്ക ദമ്പുളിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേ ഞാൻ കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് നന്നായിട്ട് അത് മൂപ്പിച്ചെടുത്തു. ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കറിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. അപ്പോൾ നല്ല ചോറിൻ്റെ കൂടെ നമുക്ക് കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.